നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് ബിജെപി എന്ന് പറഞ്ഞൊരു പാർട്ടിനെ ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്, ഒരു പവർഫുൾ ഹ്യൂമൻ ബീങ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് ബിജെപി പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല, അല്ലേ? നമ്മൾ ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾക്കാർ, ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണോ? നിങ്ങൾ ഈ പറഞ്ഞ അഴിമതിയും കറപ്ഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ പ്രവർത്തകരും ലീഡേഴ്സും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ? ആരും പെർഫെക്റ്റ് അല്ല ബ്രോ. ഇപ്പം ബിജെപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എന്താണ് പുച്ഛം? ഇത്രയും പുച്ഛിക്കാൻ എന്താണ് ഇരിക്കുന്നത്? എന്താ പുച്ഛിക്കാൻ ഇരിക്കുന്നത്? ഒരിക്കലും പുച്ഛിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഒരു പാർട്ടിനെ ഒരാളിനെ അടിച്ചമർത്തിക്കൊണ്ട് ഉയരണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മൾ അത്രയും പവർഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ കോമ്പറ്റീറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയാം, പേടിയാണ്. കാരണം ഇനി ബിജെപി ആകണോ, ഇനി കേരളം ഇനി ഭരിച്ചാലോ? അങ്ങനെ ഒരു ദിവസം വരും, അധികം താമസിക്കാതെ വരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് വെക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഒരുപാട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, ഭീഷണിപ്പെടുത്തി. എന്തിനാണ് ഇതിന്റെ ആവശ്യം? ഞാൻ അങ്ങ് പേടിച്ചു പോയത്. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാത്തോണ്ടാ. ഇനി ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു, ഞാനിപ്പോ ഇച്ചിരി നന്നായിട്ട് ജീവിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിന്റെ ഇഷ്ടത്തിന് അടിച്ചമർത്താനോ അല്ലെങ്കിൽ എന്നെ ചോദ്യം ചെയ്യാനോ നിങ്ങൾ വരേണ്ട കാര്യമില്ല. ഒരു ഒറ്റ ഫോട്ടോ ഇട്ടേനാണോ നിങ്ങൾ ഇത്രയും ചെയ്യുന്നത്? സത്യം പറയാം, ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ ഇത്രയും ആൾക്കാരെ എനിക്ക് 10,600 കമന്റ്സ് എനിക്ക് ആവശ്യമുണ്ട്. റീസെന്റ് ഇത്രയും കമന്റ്സ് ഒന്നും എന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബിജെപി പാർട്ടിനെ ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ സംഖ്യയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാൻ സംഖ്യയാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്, എനിക്ക് അമിത്ഷാ സാറിനെ ഇഷ്ടമാണ്, എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറിനെ ഇഷ്ടമാണ്, കെ സുരേന്ദ്രൻ സാറിനെയും ഇഷ്ടമാണ്. എന്ത് പ്രശ്നമാണ്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, സോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെ സാധാരണ ഒരു വീഡിയോ ഒന്നും ചെയ്യുന്നതല്ല. എനിക്ക് ഇത്രയും എന്നെ ഇട്ട് അങ്ങ് ഭീഷണിപ്പെടുത്തി എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാന്ന് ശ്രമിച്ചുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയാണ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് എന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ വലിയ താരമായ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അങ്ങനെ കൊണ്ടാടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു ഒറ്റ എപ്പിസോഡ് പോലും ഈ ബിഗ് ബോസിൻ്റെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ഇതിൻ്റെ ഒച്ചപ്പാടും ബഹളമൊക്കെ കാണുമല്ലോ. ആ കൂട്ടത്തിൽ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു മുഖമാണിത്. സത്യം പറഞ്ഞാൽ അതൊരു പാരലൽ വേൾഡാണല്ലോ, സമാന്തര ലോകം എന്നൊക്കെ പറയാം. അപ്പോൾ പുള്ളി അയാളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കൂട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് അദ്ദേഹം ഒരു ഫോട്ടോ എടുത്തിട്ടു. കഥ കഴിഞ്ഞു. അതുവരെ അദ്ദേഹത്തിൻ്റെ ഫാൻസായിട്ട് നിന്നവർ വരെ അദ്ദേഹത്തിൻ്റെ സംഖ്യയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കുറേ കമൻ്റ് ഉണ്ടായിരുന്നു, ചീത്തവിളി. കലിപ്പുകൊണ്ടാണോ അതോ ശരിക്കുമുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് അറിയില്ല. അയാൾ ഇപ്പോൾ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്, അതെ ഞാൻ സംഖ്യ തന്നെയാണ്, എനിക്ക് നരേന്ദ്രമോദിനെയും അമിത്ഷാനെയും രാജീവ് ചന്ദ്രശേഖരെയും എല്ലാം ഇഷ്ടമാണ്, സംഖ്യ തന്നെയാണ്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ സംഖ്യയുടെ എണ്ണം കൂടി വരുന്നതെന്ന്. ചിലർ രാഷ്ട്രബോധമുള്ളതുകൊണ്ട്, രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല സംഖ്യ ആവാറുണ്ട്. വേറെ ചിലർ ഇതുപോലെ സംഖ്യ ചാപ്പ അടിച്ചു കൊടുത്തിട്ട് സംഖ്യ ആവാറുണ്ട്. ചിലരൊക്കെ കലിപ്പുണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ കണ്ടിട്ട് കലിപ്പുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് സംഖ്യ ആവാറുണ്ട്. എന്തായാലും ഓരോ ദിവസവും സംഖ്യകളുടെ എണ്ണം കൂടി വരികയാണ്. ഇതേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഫാൻസ് ഫോളോയിങ് ഒക്കെ ഉള്ള ഒരാളാണ്. അയാൾ ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഫാൻസും മറ്റൊക്കെ ഉള്ളതാണ്, ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അയാളിപ്പം ലൈവിൽ വന്നിട്ട് പരസ്യമായിട്ട് അതെ ഞാൻ സംഖ്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ഥിരീകരിക്കാത്ത ചില വാർത്തയുണ്ട്. ഇയാൾ കൊല്ലത്ത് ബിജെപി സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഈ പാരലൽ വേൾഡ് എന്നൊക്കെ പറയാവുന്ന ആ സമാന്തര ലോകത്ത് ഒരുപാട് ആരാധകരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയും
ഒടുവിൽ സംഖ്യയായി, അതെ ഞാൻ സംഖ്യയാണ് എന്ന് അഭിമാനത്തോടെ പറയുന്ന ആ കാഴ്ച കൂടി ഇതാ കണ്ടിരിക്കുകയാണ്.